കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ സന്തോഷം പങ്കിടാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ആ സന്തോഷം പങ്കിടാൻ വേണ്ടി ഞാൻ ഇന്നൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനിയും നിങ്ങളുടെ സഹകരണം എനിക്ക് എപ്പോഴും ആവശ്യമാണ്. തുടർന്നും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇന്നൊരു പിസ്താച്ചിയോ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ അതൊന്ന് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇനി നമുക്ക് 5 മുട്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഓയിൽ, പിന്നെ 1 ടീസ്പൂണോളം വാനില എസൻസ്, കുറച്ച് പിസ്ത. അത് ഞാനൊരു 30-35 പിസ്ത എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ലപോലെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര, ഞാനൊരു കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് പൊടിച്ച് വെച്ചതാണ് മിക്സിയിൽ. അത് നമുക്ക് കുറേശ്ശായിട്ടിട്ട് നല്ലപോലെ ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ബീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂണോളം പിസ്ത ഫ്ലേവർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികമായി പോകാൻ പാടില്ല. പിസ്ത ഫ്ലേവറും വെച്ച് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മൈദയുടെ കൂട്ടൊന്ന് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് മെല്ലെ മെല്ലെ അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. കുറേശ്ശെയായിട്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. മൈദ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ച ഓയിൽ കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ പിസ്ത എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അതിന് ശേഷം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിന്നെടുത്തിട്ട് അതിലൊന്ന് കുറച്ച് എണ്ണ തടവിയിട്ട് ബട്ടർ പേപ്പറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഇനി കേക്കിൻ്റെ ബാറ്റർ നമ്മൾ ഈ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച ഒരു പാത്രത്തിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്കിത് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇത് ബേക്ക് ചെയ്ത് വരേണ്ടത്. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് കേക്ക് തുറന്ന് നോക്കാം. കേക്ക് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാവരുടെയും ടൈം ഒന്നാവണമെന്നില്ല. ചിലപ്പോൾ ഓരോ സ്റ്റൗവിൻ്റെയും ചൂടിനനുസരിച്ച് ഈ ടൈമിന് വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ 1 മണിക്കൂറിൽ കുറവ് മതിയാവും, ചിലപ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ മതിയാവും. അത് നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുത്താൽ മനസ്സിലാവും. നമ്മൾ ഈ കേക്കിന് ഷുഗർ സിറപ്പല്ല ഉപയോഗിക്കുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ 1 കപ്പ് പാലും 3/4 കപ്പ് മിൽക്ക് മെയ്ഡ്, അതുപോലെ തന്നെ 3/4 കപ്പ് ഫ്രഷ് ക്രീം, ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കേക്കിലേക്ക് ഒഴിക്കുന്നത്.
ഇനി നമുക്ക് കേക്കിന് വേണ്ട ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ഞാൻ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് ഉപയോഗിച്ചത്. അത് ഞാൻ കുറച്ച് പാലിലേക്ക് ചേർത്തിട്ട് കലക്കിയിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിരുന്നു. ഇനി നമുക്കതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ 3ആയി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പാല്, മിൽക്ക് മെയ്ഡ്, ക്രീം ഇതിൻ്റെ മിക്സ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ക്രീമിലേക്ക് കുറച്ച് കളറ് ചേർത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ കളറ് ഒരു 4-5 ഡ്രോപ്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ലെയർ കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ക്രീം തേക്കാം. ഞാൻ 3 ലെയറും വെച്ചിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിൽക്കിൻ്റെ മിക്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം നല്ലപോലെ തേച്ച് കൊടുക്കാം. ക്രീം നല്ലപോലെ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലെല്ലാം കുറച്ച് പിസ്ത വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. സൈഡിൽ താഴെയെല്ലാം നമ്മൾ പിസ്ത വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ വൈറ്റ് ക്രീം വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ പിസ്ത പൊടിച്ചത് നമുക്ക് വിതറിയിടാം. നമ്മുടെ പിസ്ത കേക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്.